നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മരണത്തിൽ പോലും ദീപകിനെ വെറുതെ വിടാതെ ചില വിരളക്കൂട്ടങ്ങൾ. ആ രാക്ഷസിക്കൊപ്പം ചേർന്ന് അവർ ദീപകിനെ ഇപ്പോഴും വേട്ടയാടുന്നു. ആത്മഹത്യ ആരെയും മഹാനാക്കുന്നില്ല. ഒതുക്കത്തിൽ കിട്ടിയാൽ ഒന്ന് തൊട്ടു നോക്കാനും ഞെക്കി നോക്കാനും കൗതുകം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കുറിപ്പിനെ നമ്മൾ എങ്ങനെ വിമർശിക്കാതിരിക്കും? അപകടത്തിൽ പരിക്കുപറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാൾക്ക് രക്തം കൊടുക്കാൻ പോകുകയായിരുന്നുവത്രേ ആ യുവതി. ക്ഷീണം ഒഴിവാക്കാൻ സ്വന്തം വണ്ടി ഉപേക്ഷിച്ച് പൊതുഗതാഗതത്തെ ആശ്രയിച്ചു. ഒരു വ്യക്തിക്ക് ജീവൻ കൊടുക്കാൻ പോയ ആ പെണ്ണ് മറ്റൊരു വ്യക്തിയെ കൊലപ്പെടുത്തുന്ന കാഴ്ചയാണ് കേരളത്തെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഒരുമിക്കുന്നു. ആ യുവതി പബ്ലിഷ് ചെയ്ത വീഡിയോ കണ്ടാൽ സ്വബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും. ചിരിച്ചുകൊണ്ട് ഒരു വീഡിയോ പകർത്തുന്ന പെൺകുട്ടി. ഒരു വീഡിയോ എടുക്കാനായി അവൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന വിഷ്വൽസ് തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യം. അയാൾ അവളെ മാക്സിമം തൊടട്ടെ എന്ന മട്ടിൽ അയാളിലേക്ക് അവൾ അടുത്തു നിന്നുവോ എന്നാണ് സോഷ്യൽ മീഡിയ തിരക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. ആ പെൺകുട്ടി പബ്ലിഷ് ചെയ്ത വീഡിയോ സുബോധമുള്ള ആർക്കും മനസ്സിലാകും. വീഡിയോ എടുക്കാനായി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന വിഷ്വൽസ് കഷ്ടം, അയാൾ മാക്സിമം തൊടട്ടെ എന്ന ആറ്റിറ്റ്യൂഡിൽ പെൺകുട്ടിയുടെ മുഖത്തു നിന്നും വായിച്ചറിയാൻ പറ്റും. അതിനുവേണ്ടി മനഃപൂർവ്വം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പോലെയാണ് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതും ചിരിച്ചുകൊണ്ട് വിഷ്വൽസ് റെക്കോർഡ് ചെയ്യുന്നു. അതിനേക്കാൾ കഷ്ടമാണ് മരിച്ചു എന്ന് കരുതി വിശുദ്ധരാകുന്നില്ല എന്ന് വീണ്ടും പോസ്റ്റുകളിട്ട് മരിച്ച വ്യക്തിയെ ടോർച്ചർ ചെയ്യുന്ന സോഷ്യൽ മീഡിയ മനുഷ്യർ. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാളെ നിങ്ങളുടെ സുഹൃത്തിനോ ഭർത്താവിനോ സഹോദരനോ ഒക്കെ ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ പൊതുമധ്യത്തിൽ അപമാനിക്കുമ്പോൾ എന്ത് മാനസികാവസ്ഥയാകും നിങ്ങൾക്ക്? ജഡ്ജ്മെൻറ്റിലാവാം, പക്ഷേ അതിൽ ന്യായമുണ്ടായിരിക്കണം. പെൺകുട്ടികൾക്ക് സമൂഹവും നിയമവും അനുവദിച്ചു കൊടുത്തിരിക്കുന്ന പ്രിവിലേജുകൾ ഇങ്ങനെ എന്തിനുമേതിനും എടുത്തിട്ട് ആ നിയമത്തെ മിസ്യൂസ് ചെയ്യരുത്. നമുക്ക് വേണ്ടത് ഹ്യൂമാനിസമാണ്. പിന്നെ ഇത്തരത്തിലുള്ള പെൺകുട്ടികളോടാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ട്രെയിനിൽ ഒന്നും ആർക്കും പ്രതിമ പോലെ നിൽക്കാൻ കഴിയില്ല. ന്യൂട്ടന്റെ നിയമം ഓർത്താൽ മതി, ലോ ഓഫ് ഇനേഷ്യ. സൈബർ ബുള്ളിങ് അനുദിനം വർദ്ധിക്കുകയാണ്. വാക്കുകൾ കൊണ്ടും അല്ലാതെയും ഇനി ഒരിക്കലും ആരും ഇത്തരം ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് സോഷ്യൽ മീഡിയ അറ്റാക്ക് നടത്താതിരിക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന മറ്റൊരു ഇമേജ്, ശ്രീജിത്ത് പണിക്കരടക്കം പലരും ഈ ഫോട്ടോ ഇപ്പോൾ തങ്ങളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ദേഹമാസകലം ക്യാമറ വെച്ച് കിട്ടിയ ഒരു യുവാവ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ദൃശ്യമാണ്. എല്ലാവർക്കും ജീവിക്കണമല്ലോ എന്നാണ് ശ്രീജിത്ത് പണിക്കരുടെ ആത്മകഥം. ആ യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ഒരു കുടുംബം നിലവിളിക്കുന്നു. കോഴിക്കോട് ഗോവിന്ദപുരത്ത് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ കുടുംബം ഇപ്പോൾ കമ്മീഷണർക്ക് പരാതി നൽകി. സമൂഹ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ആ കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ ഇതുവരെ പോലീസ് യുവതിക്ക് നേരെ തിരിഞ്ഞിട്ടില്ല. വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ കുടുംബത്തിന് ഉറപ്പ് നൽകി. കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും DGPക്കും പരാതി കൈമാറുമെന്ന് ദീപകിന്റെ കുടുംബം പറയുന്നു. ദീപകിനെ യുവതി മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുകയായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. ജോലി ആവശ്യാർത്ഥം കഴിഞ്ഞ വെള്ളിയാഴ്ച ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ദീപക്. തിരക്കുള്ള ബസ്. ഇരിക്കാൻ സ്ഥലമില്ലാതെ നിൽക്കുന്ന സമയത്ത് യുവതി വീഡിയോ ചിത്രീകരിക്കുന്നു. യുവാവിൻ്റെ കയ്യിലൊരു ബാഗുണ്ട്. ആ ബാഗ് പിടിക്കുന്നതിനിടയിൽ കൈ മെല്ലെ പിന്നോട്ടൊന്ന് ആഞ്ഞുവോ എന്ന സംശയം നമുക്ക് പോലും തോന്നാം. എന്നാൽ യുവതി ആ യുവാവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വലിയ കുറ്റപ്പെടുത്തലുകൾക്ക് കാരണം. യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് സോഷ്യൽ മീഡിയ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു തീ അത് കേരളത്തിൽ ആളിപ്പടരുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ അതിജീവിതമാർക്കെതിരെ അതിശക്തമായ പ്രതിഷേധം. ഫെമിനിസ്റ്റുകൾ കൂട്ടത്തോടെ ഓടുന്ന ഒരു ദുർബല കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട്. അവൾക്കും നീതി വേണ്ടേ എന്ന് ചോദിക്കുന്നവരോട് അതിനേക്കാൾ ഭയാനകമായ മറുപടി ഉയരുമ്പോൾ അവരൊക്കെ ഓടി ഒളിക്കുന്നു. ദീപകിന്റെ മരണത്തിന് പിന്നാലെ ആരോപണമുന്നയിച്ച യുവതിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്പോൾ അപ്രത്യക്ഷമായി. ആദ്യ വീഡിയോയ്ക്ക് പിന്നാലെ മറ്റൊരു വീഡിയോ കൂടി യുവതി പബ്ലിഷ് ചെയ്തിരുന്നു. അതൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായി. യുവതിക്കെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന പരാതി മറുവശത്ത്. എന്നാൽ ഈ യുവതിക്കെതിരെ എന്തുകൊണ്ട് വിമർശനങ്ങൾ ഉയരാതിരിക്കില്ല? രാഹുൽ ഈശ്വർ മാസങ്ങൾക്ക് മുൻപ് കേരളത്തോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു യുവാവിൻ്റെ ആത്മഹത്യ നിങ്ങൾ കേൾക്കും. വ്യാജ അതിജീവിതമാരുടെ ആരോപണങ്ങൾക്കെതിരെയായിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ ഈ മുന്നറിയിപ്പ്. അറം പറ്റുന്നത് പോലെയായി രാഹുൽ ഈശ്വറിൻ്റെ വാക്കുകൾ. ദീപക് സ്വയം ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു. പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഏക ആശ്വാസമായിരുന്നു ആ മകൻ. 42-ാം വയസ്സിൽ അവൻ സ്വയം ഈ ജീവിതം ഈ ലോകത്തിൽ നിന്ന് അവസാനിപ്പിച്ച് കടന്നുപോയിരിക്കുന്നു. ഭൂമിയിൽ ആർക്കും ഒരു ഉപദ്രവവുമില്ലാതെ ജീവിച്ച മനുഷ്യനെന്ന് അവൻ്റെ കൂട്ടുകാരും അവൻ്റെ സമൂഹവും അവനെ സാക്ഷ്യപ്പെടുത്തുന്നു, അടയാളപ്പെടുത്തുന്നു. അയാളുടെ ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ
അയാൾ തൊഴിൽ ചെയ്ത തൊഴിലുടമയ്ക്കോ ആർക്കും അവനെക്കുറിച്ച് ഒരു പരാതിയുമില്ല. ജോലിക്ക് പോവുക, കൃത്യമായി വീട്ടിൽ തിരിച്ചെത്തുക, കുടുംബം നോക്കുക, ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബാംഗമായി അവൻ ജീവിച്ചു. ഇത് ജോഷി പീറ്ററുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. ഈ കുറിപ്പിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ജോലിക്ക് പോവുക, കുടുംബം നോക്കുക എന്നതിനപ്പുറം വേറൊന്നുമില്ലാതെ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം സാധാരണക്കാരെയും പോലെ ഒരു സാധു ആ ബസ്സിൽ കയറിയ സമയം വരെ, അല്ലെങ്കിൽ ആ വീഡിയോ പുറത്തു വരുന്നത് വരെ അയാൾ ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല ഇത് അയാളുടെ ജീവനെടുക്കുന്ന യാത്രയാണെന്ന്. വധശിക്ഷ വിധിക്കപ്പെടാൻ മാത്രമുള്ള എന്ത് തെറ്റാണ് ചെറുപ്പക്കാരൻ ചെയ്തത്? ഒരാളെ അർഹിക്കുന്നതിലേറെ ഉയരത്തിൽ പ്രതിഷ്ഠിക്കാനും തകർത്തില്ലാതാക്കാനും കഴിവുള്ള ഒന്നാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ലാഘവത്തോടെ ഉപയോഗിക്കേണ്ട ഒന്നല്ല. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പടുവൃത്തുകൾ വരെ കാമത്തിന് ഇരയാകേണ്ടി വരുന്ന നാട് തന്നെയാണ് നമ്മുടേത്. പഠനത്തിനായാലും ജോലിക്കായാലും മറ്റാവശ്യങ്ങൾക്കായാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ചെത്തുന്നവരെ ഓരോ പെണ്ണും നോട്ടമായും സ്പർശമായും അതിനപ്പുറം അനുഭവിക്കേണ്ടി വരുന്ന അതിക്രമങ്ങൾ ചെറുതല്ല. ആ അക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിരോധങ്ങളെ ദുർബലമാക്കാനേ ഈ കണ്ടന്റ് റീച്ച് മോഹികളുടെ ചെയ്തികൾ കൊണ്ട് സാധിക്കൂ. 4 ദിവസം നമ്മളിവിടെ വാദിപ്രതിയായും പ്രതിവാദിയുമായൊക്കെ മാറി പറഞ്ഞ് ഘോരഘോരമായി ചർച്ച നടത്തും. അത് കഴിഞ്ഞ് മറക്കും. വാർദ്ധക്യകാലത്ത് താങ്ങാവേണ്ട ഒരു മകൻ, ആ മകൻ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയ്ക്കും അത് പറ്റില്ലല്ലോ. ശിഷ്ടകാലം മുഴുവൻ മകൻ്റെ മരണത്തിൻ്റെ വേദനയും പേറി അനാഥരായി. എത്ര വലിയ ക്രൂരതയാണ്! നിയമം അനുശാസിക്കുന്ന ചില പ്രിവിലേജുകൾ ഉപയോഗിച്ച് ഇവിടെ വ്യാജ ഇരകളും വ്യാജ അതിജീവിതകളും ഒക്കെ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു കാലത്ത് വടക്കേ ഇന്ത്യയിലേക്ക് നോക്കി കുരച്ചിരുന്ന സാംസ്കാരിക നായകരിൽ ചിലർ അവർക്ക് പിന്തുണയുമായി എത്തുന്നു. ഒരു കൂട്ടം ഫെമിനിസ്റ്റുകളും അവർക്കൊപ്പമുണ്ട്. പലപ്പോഴും ഈ വ്യാജ ഇരകളുടെ ആക്രമണത്തിൽ തകർന്നു വീഴുന്ന എത്രയെത്ര പുരുഷന്മാരുണ്ട് കേരളത്തിൽ. അവരുടെ കണ്ണീര് കാണാൻ നമുക്ക് കഴിയില്ല. കാരണം അതിജീവിതകൾക്ക് ഇവിടെ നിയമത്തിൻ്റെ സംരക്ഷണ കവചമുണ്ട്. ഭരണകൂടം അവർക്കൊപ്പം നിലകൊള്ളുന്നു. പലപ്പോഴും ഒരു പുരുഷനെ വേട്ടയാടി വീഴ്ത്തുന്ന രക്ഷസികളായി ഇവർ മാറുന്നു. ഉഭയസമ്മതപ്രകാരമുള്ള സെക്സ് ഇന്ത്യയിൽ കുറ്റകരമല്ല. എന്നാൽ ഈ പഴുതുപയോഗിച്ച് പുരുഷൻ്റെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന എത്രയെത്ര സ്ത്രീകൾ, തിരികെ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന പുരുഷന്മാരുമുണ്ട് എന്ന് നമ്മൾ മറക്കുന്നില്ല. സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു എന്ന സത്യം മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ അതിലപ്പുറം ചിലപ്പോഴൊക്കെ പുരുഷൻ്റെ ജീവിതത്തിലേക്ക് നൂഴ്ന്നിറങ്ങുന്ന സ്ത്രീകൾ പിന്നീട് വ്യാജ പീഡനാരോപണങ്ങൾ ഉയർത്തുന്നു. സ്ത്രീയുടെ ലക്ഷ്യം വ്യക്തമാണ്. കൺസെപ്ച്വൽ സെക്സിലൂടെ പുരുഷനെ കീഴ്പ്പെടുത്തിയെടുക്കുക, പിന്നീട് അവനെ ഭയപ്പെടുത്തി ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, അല്ലെങ്കിൽ അവനെ വിവാഹം കഴിക്കുക. ഒരു യുവതി ആരോപണവുമായി പുറത്തേക്കിറങ്ങിയാൽ അവൾക്ക് പിന്തുണയാകാൻ ചിലർ ഒപ്പം കൂടും. പോലീസ് ഉദ്യോഗസ്ഥർ തൊട്ട് സ്ഥലത്തെ പ്രധാന ദിവ്യന്മാർ വരെ. പലപ്പോഴും ഈ പുരുഷന്മാരെ വലിച്ചു കീറി അവനിൽ നിന്ന് പരമാവധി ഊറ്റുകയാണ് ഈ കോക്കസിൻ്റെ ലക്ഷ്യം. എന്നാൽ ചിലപ്പോൾ നിലം തെറ്റി ഒഴുകി ഇതൊക്കെ മാധ്യമ ലോകത്തെത്തും. അവർ പൊടുപ്പും തൊങ്ങലും വെച്ച് ആഘോഷിക്കും. എത്രയെത്ര പുരുഷന്മാരുടെ കണ്ണീർ നമ്മൾ കാണാതെ പോകുന്നു. എത്രയെത്ര പുരുഷന്മാർ ഒരു മുഴം കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. അപ്പോഴും അതിജീവിതയ്ക്ക് വേണ്ടി തേങ്ങലോടെ ഇവിടെ കേഴുന്ന ചില വ്യാജ ഫെമിനിസ്റ്റുകൾ. സത്യം കാണാൻ കണ്ണു തുറക്കാത്ത ഇത്തരം അതിജീവിതകൾക്കൊപ്പം നീന്തുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവർ. ഏതെങ്കിലും ഒരു പെണ്ണ് പരാതി കൊടുത്താൽ എല്ലാ കുറ്റവും പുരുഷൻ്റെ തലയിൽ ചാർത്തിക്കൊടുക്കുന്ന ഒരു സമൂഹം, അവരുടെ വ്യാജ സദാചാരബോധം. അതിലപ്പുറം ഭരണകൂടം പറയുന്ന സ്ത്രീ സുരക്ഷ. ഇപ്പോഴിതാ ദീപകിൻ്റെ കൊലയാളിക്ക് ചില പ്രിവിലേജുകൾ ചാർത്തിക്കൊടുക്കാൻ നമ്മുടെ ഭരണകൂടം തയ്യാറായേക്കും. എങ്കിലും ആ പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം യുവതികൾ ഇനിയും പുരുഷന്മാരെ വേട്ടയാടാൻ പാടില്ല. ഒരു കണ്ടന്റിന് വേണ്ടി, ഒരു റീച്ചിന് വേണ്ടി ഒരു പുരുഷൻ്റെ ജീവൻ തകർത്തെറിയാൻ ഇനി ഈ സമൂഹം അനുവദിക്കരുത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ഇത്തരം സംഭവങ്ങളെ നമ്മൾ നോക്കിക്കാണണം. പയ്യന്നൂരിൽ ദീപക് എന്ന യുവാവിനോട് ആ യുവതി ചെയ്തത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. ആ യുവാവിൻ്റെ നിൽപ്പും ഭാവവുമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഒടുവിൽ നിസ്സഹായനായി അവൻ ഒരു മുഴം കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. അതും ഉറ്റവരുടെ മുന്നിൽ വെച്ച്. അവൻ്റെ ജീവനറ്റ ശരീരം നോക്കി 12, 7, 2 വയസ്സുള്ള 3 കുഞ്ഞുങ്ങൾ ആർത്തു വിതുമ്പുമ്പോൾ അവരെ എങ്ങനെ ആശ്വസിപ്പിക്കും ഈ ഭരണകൂടം? ഇതൊക്കെ സ്ത്രീകൾക്ക് ചാർത്തിക്കൊടുത്ത ചില പ്രിവിലേജുകളുടെ ദുരുപയോഗം തന്നെയാണ്. നമ്മൾ പലപ്പോഴും കാണുന്ന ഇത്തരം വേട്ടകൾ ഇപ്പോഴും സമൂഹത്തിൽ ആവർത്തിക്കപ്പെടുന്നു. എന്നേക്കുമായി ഈ വേട്ട അവസാനിപ്പിക്കേണ്ടതുണ്ട്. യഥാർത്ഥ അതിജീവിതങ്ങളെ ചേർത്ത് പിടിച്ച് ഈ വ്യാജ അതിജീവിതകളെ വലിച്ചെറിയുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ആവശ്യം. വിവാഹിതരായ യുവതികൾ, അവർ വേട്ടയാടിപ്പിടിക്കുന്ന മറ്റു ചില യുവാക്കളുണ്ട്.
ഒടുവിൽ അവിടെയും നമ്മൾ പീഡനാരോപണം കേൾക്കുന്നു. ഈ കപട സദാചാരത്തിൻ്റെ മറവിൽ എത്രയെത്ര വേട്ടകളാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. ക്രൂരമാണ് പലതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.